ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഹു ഡു യു സേ ദാറ്റ് ഐ ആം. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു ചോദ്യമാണെന്ന്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടയർ പറയുന്നു, ജഡ്ജ് എ മാൻ ബൈ ഹിസ് ക്വസ്റ്റ്യൻസ് റാദർ ദാൻ ബൈ ഹിസ് ആൻസേഴ്സ്. ഒരു മനുഷ്യനെ നിങ്ങൾ വിലയിരുത്തുന്നതിന് അവന്റെ ചോദ്യങ്ങൾ കൂടുതൽ നല്ലതായിരിക്കും ഉത്തരങ്ങളെക്കാൾ. 3300 ചോദ്യങ്ങളാണ് ബൈബിളിൽ ഉടനീളം. യേശു ചോദിച്ച ചോദ്യങ്ങൾ 307. യേശുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ 183. യേശു ഉത്തരം കൊടുത്തത് 3 മാത്രം. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 13 വാക്യം മുതൽ 23 വാക്യം വരെ നാം ഒന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. 16-13 കേസറിയ ഫിലിപ്പി എന്ന പ്രദേശത്ത് യേശു ശിഷ്യന്മാരോടുകൂടെ നിൽക്കുമ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അതിലേക്ക് പോകുന്നതിന് മുമ്പ് കേസറിയ ഫിലിപ്പി പ്രദേശത്തിന്റെ പ്രത്യേകതയൊന്നും മനസ്സിലാക്കാം. ജെറുസലേമിന്റെ വടക്ക് ഭാഗത്തുള്ള ഹെബ്രോൺ മലയുടെ താഴ്വാര പ്രദേശമായ കേസറിയ ഫിലിപ്പി എന്ന ആ രാജ്യം, വിദേശ രാജ്യം, ഫിലിപ്പ് രാജാവ് ഹെറോദ് ദ ഗ്രേറ്റിന്റെ മകനായ ഫിലിപ്പ് ദി ടെട്രാക് എന്ന് പറയുന്ന ആ രാജാവ് തന്റെ പേരും സീസറിന്റെ പേരും കൂടി ചേർത്ത് പുനരുദ്ധരിച്ച ഒരു നഗരമാണ് കേസറിയ ഫിലിപ്പി. സീസറിന്റെയും ബാലിന്റെയും ധാരാളം വിജാതീയ ദൈവങ്ങൾക്കും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു നഗരമാണ് കേസറിയ ഫിലിപ്പി. അവിടെ അറിയപ്പെടുന്ന ഒരു വിജാതീയ ദൈവമാണ് പാൻ. അവരുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഈശോ ഒരു ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. 1.5 വർഷത്തോളം തന്റെ കൂടെ നടന്ന ഇവർ തന്നെക്കുറിച്ച് എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അറിയുവാൻ ഈശോ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം മത്തായി 16-13, ഹു ഡു യു സേ ദാറ്റ് ഐ ആം? അങ്ങ് സ്നാപകനാണെന്നും ഏലിയ ആണെന്നും ജെറമിയാണെന്നും മറ്റേതോ പ്രവാചകനാണെന്നും ജനങ്ങൾ പറയുന്നു. കൊള്ളാം, വെരി ഗുഡ്. അടുത്ത ചോദ്യം ഒരു പേഴ്സണൽ ചോദ്യം വരികയാണ്. ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇംഗ്ലീഷിൽ യു എന്നത് സിംഗുലറും പ്ലൂറലുമാണ്. എന്നെക്കുറിച്ചും അതേപോലെ തന്നെ കുറെ അധികം ആളെക്കുറിച്ചും വേറൊരാൾ പറയുമ്പോൾ യു എന്ന വാക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ ചോദ്യം അവിടെ നിന്ന് ഓരോ ശിഷ്യന്മാർക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. പക്ഷേ ഈ തവണ ഉത്തരം പറയാൻ ആരുമില്ലായിരുന്നു. യോനയുടെ പുത്രനായ ശമൂവേൽ ഒഴികെ വേറെ ആരുമില്ലായിരുന്നു. നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ശിമോൻ പത്രോസേ, മാംസരത്നങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, എന്റെ പിതാവായ ദൈവമാണ്. ഇതാ എന്റെ സഭ, ഈ പാറമേൽ ഞാൻ പണിയും, കേപ്പ എന്ന ഈ പാറമേൽ ഞാൻ പണിയും. നരക കവാടങ്ങൾ അതിനെതിരെ ഉയരുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് സഭയുടെ സുവിശേഷം എന്ന് അറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നാം ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. ആദ്യമായി ഗനേസറത്ത് കടൽക്കരയിൽ ഇറങ്ങിയ യേശു ഇതാ മുമ്പോട്ട് വരുമ്പോൾ ശരീരം മുഴുവൻ കല്ലുകൊണ്ട് കുത്തി മാന്തി കീറി വസ്ത്രമില്ലാതെ ശവക്കല്ലറകളിൽ കഴിയുന്ന ഒരുവൻ ഓടി വന്നു പറയുകയാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഒരു സ്ഥലത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശുവിനെ ഏറ്റുപറയുമ്പോൾ വേറൊരു സ്ഥലത്ത് സാത്താന്റെ അധീനതയിൽ കഴിയുന്ന ഒരു മകൻ, അവനും ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു. പ്രിയപ്പെട്ടവരെ, 33,000 കോടി ദൈവങ്ങളുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നാം നിൽക്കുമ്പോൾ യേശു നിന്നോടും എന്നോടും വ്യക്തിപരമായി ഓരോ ദിവസവും ചോദിക്കുകയാണ്, ഹു ഡു യു സേ ദാറ്റ് ഐ ആം? നീ എനിക്കാരാണ്? നീ എനിക്ക് എന്റെ മകളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്ന ഒരു വിവാഹ ദല്ലാളാണോ? വിവാഹം കഴിയുമ്പോൾ നീ എന്നെ മറക്കും.
നീ എനിക്ക് സാമ്പത്തികമായ അനുഗ്രഹം നൽകുന്ന ഒരു ബാങ്കറാണോ? പണം കിട്ടിക്കഴിയുമ്പോൾ നീ എന്നെ മറക്കും. നീ എനിക്ക് എന്റെ ഭാര്യയുടെ അസുഖങ്ങൾ മാറ്റിത്തരുന്ന ഒരു ഫിഷഗറനാണോ? അസുഖം മാറിക്കഴിയുമ്പോൾ നീ എന്നെ മറക്കും. കർത്താവായ യേശുവേ, അങ്ങ് എന്റെ ദൈവമാണെന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഈ ചോദ്യം വ്യക്തിപരമായിട്ട് നാം നമ്മോട് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകളിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ, രോഗത്തിൽ എന്റെ കാഴ്ചപ്പാട്, എന്റെ യേശുവിനോടുള്ള കാഴ്ചപ്പാട് മങ്ങിപ്പോകുന്നുണ്ടോ? ഹു ഡു യു സേ ദാറ്റ് ഐ ആം? ഞാൻ വിചാരിക്കാതിരുന്നപ്പോൾ, എന്റെ കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോൾ നീ എനിക്ക് ദൈവമായിരുന്നു. ഞാൻ വിളിച്ചിട്ടും പലപ്പോഴും മറുപടി ഒന്നും പറയാതിരുന്ന, സൈലന്റ് ആയിട്ടിരുന്ന നീ അന്നും ഇന്നും എനിക്ക് ദൈവമാണോ? ഹു ഡു യു സേ ദാറ്റ് ഐ ആം? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ഇതിന്റെ ഉത്തരം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. നമ്മെ അതിന് പ്രാപ്തരാക്കുന്നത് കർത്താവ് തന്നെയാണ്. അതിനുള്ള വലിയ കൃപ യേശുക്രിസ്തു തന്നെ നമുക്ക് തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.